നിക്കാഹ് എങ്ങനെയാണ് സഹീഹാകുന്നത് എന്നറിയാത്ത യുവാവിൻ്റെ നിക്കാഹ് എങ്ങനെയാണ് ഉസ്താദേ ശരിയാവുക? ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ പലപ്പോഴും നിക്കാഹ് എന്ത് എന്നറിയാത്തവരാണ്. എങ്ങനെയാണ് നിക്കാഹ് ശരിയാകുക? നിക്കാഹ് ശരിയാകാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? സത്യത്തിൽ അതവൻ അറിയില്ലെങ്കിലും നിക്കാഹ് നടത്തി കൊടുക്കുന്നതോടുകൂടി നിക്കാഹ് ശരിയാകും. സാക്ഷികളും ഒക്കെ പിന്നെ മഹറും ഒക്കെ ആയിട്ട് നിക്കാഹ് ശരിയാകും. പക്ഷേ എന്നാലും യവന് മനസ്സിലാക്കണ്ടേ ഇത് പെൺകുട്ടിയുടെ ഉപ്പായാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സഹോദരനാണ്. ഇത്ര മഹറിന് പകരമായി എനിക്ക് അവരുടെ മോളെ അല്ലെങ്കിൽ പെങ്ങളെ തരുമ്പോൾ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുന്നിടത്ത് നിക്കാഹ് ശരിയാവുകയാണ്. ഞാൻ കൊടുക്കുന്ന മഹറിൻ്റെ മൂല്യം ഇത്രയാണ്, ആ മഹറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതാണ് യഥാർത്ഥ നിക്കാഹിൻ്റെ ചടങ്ങ് എന്നെങ്കിലും അവനൊരു ബോധ്യം വേണ്ടേ? അവനിങ്ങനെ യന്ത്ര മനുഷ്യനെ പോലെ ചെന്നിരിക്കുന്നുണ്ട്. നിക്കാഹൊക്കെ സഹിയാണ്, പക്ഷേ എന്നാലും അവൻ്റെതല്ലേ ജീവിതം, എൻ്റെതല്ലേ കുടുംബം, എൻ്റെതല്ലേ ഭാര്യ എന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ആ വിഷയത്തിൽ ബോധം അവനുണ്ടാവണം. ഇല്ലെങ്കിൽ അവനെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടുവരുന്ന കൂട്ടുകാർക്കോ മാതാപിതാക്കൾക്കോ ഉണ്ടാവണം എന്ന് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.